ട്രിവാൻഡ്രം സ്പീക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വർഗ്ഗമാമ സ്വർഗം. അയ്യോ, എന്തു പറ്റി ഇന്ന് എനിക്ക് സ്വർഗ്ഗമാമ സ്വർഗം കയറി വന്നത്? സാധാരണ ഞങ്ങളുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് പൊളിയണ്ണ പൊളിയാണല്ലോ. വെറുതെ അല്ല കയറി വന്നത്. ഇന്നത്തെ നമ്മുടെ ട്രിവാൻഡ്രം ഐക്കൺസ് ആയിട്ട് എത്തിയിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? മിസ്റ്റർ JD എന്നറിയപ്പെടുന്ന മുകേഷ് ഏട്ടൻ. നമ്മളെ എല്ലാവരെയും ഫുഡിൻ്റെ വ്ളോഗ് ചെയ്ത് ഭക്ഷണപ്രിയരാക്കിയ മുകേഷ് ഏട്ടനാണ് ട്രിവാൻഡ്രം ഐക്കൺസിൽ നമ്മളോടൊപ്പം ചെയ്യുന്നത്. എന്തിടെ ഈ അറബി ഇരുന്ന് ഊതി വലിച്ചു വിട്ടുന്നത്? ദുബായിലുള്ള അറബിയാണെന്ന് തോന്നുന്നു. ഞാൻ വിളിച്ചാ പറഞ്ഞു വരും അവൻ. ഹബീബിനറിയാം, വിക്ടോറിയ നമ്മുടെ സീനിയർ ആയിരുന്നു. ഭയങ്കര ബിസിയല്ലേ, നമ്മൾ പെട്ടെന്ന് വിളിച്ചാൽ അവൻ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരും. നമസ്കാരമുണ്ട്. നല്ല ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പൊ കള്ള് ഷാപ്പ് വരെ എത്തണം. അതാണ് കള്ള് ഷാപ്പിൽ നല്ല ഫുഡ് കിട്ടുന്നുള്ള അവസ്ഥയാണ്. വിറകടുപ്പിൽ വേവുന്ന ഈ ബീഫിന് പ്രത്യേക രുചിയാണ്. പാക്കും വരെ വണക്കം. അന്യായ ബീഫിന്റെ ഗ്രേവി, പൊറോട്ട അന്യായം. വെള്ളം ചേർക്കാതെ എടുക്കും അമൃതിന് സമമാം നല്ലിളം കള്ള്. നമസ്കാരം മുകേഷ് ചേട്ടാ, ട്രിവാൻഡ്രം ഐക്കൺസിലേക്ക് സ്വാഗതം. ചേട്ടാ, ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ ചേട്ടൻ എപ്പോഴും പറയുന്നുണ്ട് ചേട്ടൻ അതൊരു ഹരമാണെന്ന്. ട്രിവാൻഡ്രം എന്താ ട്രിവാൻഡ്രത്തെ പറ്റി ആദ്യം പറയാനുള്ളത്? ട്രിവാൻഡ്രം ഹരം എന്ന് പറഞ്ഞാൽ, ട്രിവാൻഡ്രത്തെ പറ്റി ആദ്യം ഒറ്റവാക്കി പറഞ്ഞാൽ ട്രിവാൻഡ്രം ഉയർ. അതാണ് നമ്മുടെ ഒരു ഞാൻ ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തുകാർക്ക് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്, ഞാൻ മാത്രമല്ല ട്രിവാൻഡ്രത്തെ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിൽ എപ്പോഴെങ്കിലും വന്നിട്ടുള്ളവർക്ക് ട്രിവാൻഡ്രം അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ്. കാരണം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഒരു ട്രിവാൻഡ്രത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോസ്മോപൊളിറ്റൻ കൾച്ചറുണ്ട്. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രവും ഭീമാപ്പള്ളിയും പാളയം പള്ളിയും അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കോസ്മോപൊളിറ്റൻ പ്ലേസാണ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. എല്ലാത്തിലുപരി നമ്മൾ ജനിച്ച സ്ഥലത്തോട് നമുക്കൊരു പ്രത്യേകത, ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രം. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എപ്പോഴും ട്രിവാൻഡ്രം വീഡിയോസാണ് കൂടുതലും കാണുന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. ട്രിവാൻഡ്രം എന്ന് പറയുന്നത് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തിൻ്റെ രുചി, ട്രിവാൻഡ്രത്തിൻ്റെ ഭാഷ. പലയിടത്തും പലരും കളിയാക്കപ്പെട്ടിട്ടുണ്ട് എന്തിനിടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ എൻ്റെ പല വ്ളോഗ്സിലും യൂസ് ചെയ്യുന്നത് പ്രോപ്പർ ട്രിവാൻഡ്രം സ്ലാങ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അറിയാതെയൊക്കെ നമുക്ക് ചിലപ്പം നമ്മൾ പല സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പല ഭാഷയും നമുക്ക് വരാറുണ്ട്. പക്ഷേ കഴിവതും ട്രിവാൻഡ്രം സ്ലാങ് കീപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതൊരു അഭിമാനമായിട്ട് കാണുന്നുണ്ട്. ലോക്ക്ഡൗൺ ടൈമിലാണ് ഞാൻ ചേട്ടൻ ഒരു വീഡിയോ കാണാൻ ഇടയായത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. പക്ഷെ അന്ന് തന്നെ എനിക്ക് തോന്നി പുള്ളി വേറെ ലെവലാണെന്ന് തോന്നി. എന്തുകൊണ്ടാണ് ചേട്ടൻ ഈ ഫുഡിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത്? ആ ചോദ്യത്തിന് ഉത്തരം എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. ഞാൻ പണ്ട് മുതലേ ഒരു ഫുഡിയായിരുന്നു. കുഞ്ഞിലെ മുതൽ ഈ പറയുന്ന ഫുഡിനോട് പൊതുവെ ഒരു താല്പര്യം കൂടുതലാണ്. പണ്ട് പോലെ ഈ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പ്ലസ് സൈസ് ആണ്, ഒരു ഓവർ പ്ലസ് സൈസ് അല്ല, സ്കൂളിലും കോളേജിലൊക്കെ ഒരു പ്ലസ് സൈസിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ശതമാനം വരെ ഒരു ബോഡി ഷേമിങ്ങിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്. അതിനെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് ആ ഒരു പ്ലസ് സൈസ് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ കൂടുതൽ നോട്ട് ചെയ്യപ്പെട്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു. ഞാൻ ഒരിക്കലും ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ നോക്കാറില്ല. പ്രോപ്പർലി വർക്കൗട്ട് എക്സസൈസൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്ലസ് സൈസിൽ നിന്ന് മാറി ഒരു മൈനസിലേക്ക് പോകാൻ ഇപ്പോഴും താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ എൻ്റെ ഈ പ്ലസ് സൈസ് തന്നെയാണ് എന്നെ ഒരു പക്ഷേ പോസിറ്റീവായിട്ട് പ്ലസ് ആക്കിയത് എന്ന് വിശ്വസിക്കുന്നു. ചേട്ടൻ്റെ ഫുഡിൻ്റെ വ്ളോഗ് കാണുന്ന സമയത്തൊക്കെ ചേട്ടൻ്റേതായിട്ടുള്ള കുറേ വേർഡ്സ് അതിനകത്ത് നിന്ന് കിട്ടാറുണ്ട്. നമ്മുടെ ഈ സ്വർഗ്ഗമാമ സ്വർഗ്ഗം, ഇതൊക്കെ ശരിക്കും എവിടെ നിന്നാണ് കിട്ടിയത്? അതിപ്പോൾ ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഈ തമിഴ്നാട്ടിലെ ഒരു കൾച്ചർ, ഞാൻ ഒരുപാട് ഈ തമിഴ്നാട്ടിൽ ഈ കോയിൻ പൊറോട്ട അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട്. ഈ പറയുന്ന നമ്മുടെ ബോർഡർ ചിക്കൻ കഴിക്കാൻ പോകുക, മിക്കവാറും അതിന് വേണ്ടി മാത്രം രാവിലെ എണീറ്റ് ഇവിടുന്ന് പോകാറുണ്ട്. അവിടുന്ന് കഴിക്കണമെന്ന് തോന്നും, മനസ്സിങ്ങനെ തോന്നുകയാണ് ഇന്നിപ്പോൾ ബോർഡർ ചിക്കൻ കഴിക്കണമെന്ന് തോന്നിയാൽ പോയി കഴിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫുഡിയാണ്. അപ്പോൾ ഞാൻ ചിലപ്പം ചില ദിവസം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കൊല്ലത്ത് പോയി കഴിച്ച ദിവസങ്ങളുണ്ട്. അല്ലെങ്കിൽ ആലപ്പുഴ ഒരു മധുച്ചേട്ടൻ്റെ സീ ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ട് ലഞ്ച് കഴിക്കാൻ, അവിടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി മാത്രം പോയ സമയങ്ങളുണ്ട്. ഇപ്പോഴും പോകാറുണ്ട്. അങ്ങനെ സമയം കിട്ടുമെങ്കിൽ പോകും. അപ്പോൾ അങ്ങനെ ഒരു യാത്രയിൽ നമ്മുടെ ഈ പറയുന്ന തമിഴ്നാട് ഈ ഒരു
ബോർഡർ ചിക്കൻ എന്നൊരു കടയാണ് റഹ്മത്ത് എന്ന് പറയുന്നത്. വളരെ ഫേമസ് ആണ്. 24/7 ആണ് ആ കട. ഈ ലോക്ക്ഡൗൺ സമയത്ത് പോലും അവർ അടച്ചിട്ടിട്ടില്ല. അവിടെ കട പ്രവർത്തിക്കുമായിരുന്നു ചെറിയ തോതിൽ. പിന്നെ ലോക്ക്ഡൗൺ മാറിയതിനു ശേഷം പിന്നെ അത് ഫുള്ളായി. ഒരു ദിവസം 10,000 പൊറോട്ടയാണ്. ഒരുപക്ഷെ ലക്ഷങ്ങളാണ് അവിടെ ചിലവാകുന്നത്. സ്ക്വയർ പൊറോട്ട, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കഴിക്കുമ്പോൾ അവിടുത്തെ ഈ ആൾക്കാർ ഇത് സെർവ് ചെയ്തിട്ട് എപ്പടി ഇരിക്കും, നല്ല ഇരിക്കാ, സ്വർഗം മാതിരി ഇരിക്കാ. അപ്പോൾ അറിയാതെ അയാളോട് ഞാൻ മറുപടി ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, സ്വർഗം മാമാ സ്വർഗം. അതൊരു മാമനായിരുന്നു ഈ സെർവ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ അതൊരു നാവിൽ കയറി കൂടി പിന്നെ അതിങ്ങനെ എപ്പോഴും പറയാൻ തുടങ്ങി. അതെല്ലാം ഈ ആക്സിഡൻ്റലായിട്ട് വന്നു കയറിയ സാധനങ്ങളാണ്. അത് പിന്നെ നമ്മൾ ഇതിനു വേണ്ടി ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി വയ്ക്കുകയോ ഒന്നുമില്ല. നമ്മൾ ഈ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഒരു ഇൻഹിബിഷനും ഇല്ലാതെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചട്ടക്കൂടുകളോ അല്ലെങ്കിൽ നമ്മൾ ഈ അച്ചടി ഭാഷയൊന്നും ഉപയോഗിക്കാതെ നാടൻ ഭാഷയിൽ. അപ്പം നമ്മളിപ്പം ട്രിവാൻഡ്രത്ത് ഇപ്പം നമ്മളിപ്പം ചോറ് കൈ കൊണ്ട് ഇങ്ങനെ വിരകി കഴിക്കുക, അല്ലെങ്കിൽ പൊടിച്ച് കഴിക്കുക, എന്ത് വേണമെന്നൊക്കെ പറയാം. നമുക്ക് കുറേ കൂടെ ഒരു നല്ല ഭാഷയിലൊക്കെ പറയാം. പക്ഷേ ഞാൻ പറയുന്നത് ഞവടി കഴിക്കുക, തിരുവനന്തപുരം ഭാഷയിൽ അങ്ങനെയൊക്കെ ഒരു ഭാഷയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ സ്വന്തം ഭാഷ ഒരിക്കലും നമുക്കൊരു നാണക്കേടല്ല, നമ്മളതൊരു അഭിമാനമായിട്ട് കാണണം. ചിലപ്പോൾ അത് ചിലർക്ക് അത് ഇത്, പക്ഷേ എനിക്കത് വളരെ ഇഷ്ടമാണ്. നമ്മളത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ചേട്ടൻ്റെ ഇത്തരത്തിലുള്ള കുറേ വാക്കുകൾ ഇപ്പോഴത്തെ യൂത്ത് ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കുമ്പോൾ ചേട്ടൻ എന്ത് തോന്നിയിട്ടുണ്ട്? വളരെ സന്തോഷം തോന്നി. കാരണം ഇപ്പോൾ വളരെ കുറേ ഇടയ്ക്കൊക്കെ ഈ ട്രോളന്മാരുടെ കുറേ സാധനങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ ചിലർ യൂസ് ചെയ്യാറുണ്ട് ഈ അടാറ് അന്യായ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിന്യൂസ്, അല്ലെങ്കിൽ സ്വർഗം മാമ എന്നൊക്കെ. അപ്പോൾ ഈ അവർ ഈ ആ ഭാഗം എടുത്ത് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഷാജൂൺ ചേട്ടൻ്റെ ഒരു സാധനമുണ്ട്, ഇത് ഈ പറഞ്ഞ ഡയലോഗ് അതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാധനം ഇട്ട് വരുന്ന അതിന് ട്രോളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ആൾക്കാരത് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് വളരെ അപ്പോൾ അങ്ങനെ ആരെങ്കിലും എന്നെ ടാഗ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഞാൻ അതെടുത്ത് സ്റ്റോറി ഇടുകയും ചെയ്യും, മെൻഷൻ ചെയ്ത് അത് ഇടുകയും ചെയ്യും. അതെനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്, സന്തോഷമുള്ള കാര്യമാണ്. ഈ അന്യായം എന്ന് പറയുന്ന വാക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് വേർഡാണ്. എനിക്കൊന്ന് ചേട്ടൻ പറയുമ്പോൾ അത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അത് ഈ അന്യായം എന്ന് പറയുന്നത് നമ്മൾ ഈ വിവരിക്കുന്നതിനപ്പുറം ചില സ്ഥലത്ത് പോകുമ്പം നമ്മൾ ഈ ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എന്ത് വാക്ക് പറഞ്ഞ് പറയും. ഇപ്പം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം ടേസ്റ്റ് വരികയാണ്. ഇപ്പോൾ സാറിന് നമ്മൾ അന്യായ വിലയാണ്, അന്യായ ജാടയാണ് എന്നൊക്കെ പറയുന്ന പോലെ, പക്ഷേ നമ്മൾ ഒരു പടി മുകളിലാണല്ലോ അന്യായം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചില സ്ഥലത്ത് പോകുമ്പോൾ ടേസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പം ഉദാഹരണം ഞാൻ ഇപ്പം നമ്മളിപ്പോൾ പറയണം, ഒരു ചെറിയൊരു പഴങ്കഞ്ഞി കട നമ്മൾ റീസെൻ്റായിട്ട് ചെയ്തത്. അപ്പോൾ അവിടെ പഴങ്കഞ്ഞി കുടിച്ചപ്പോൾ അതിൻ്റെ ഒരു അന്യായ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചിലപ്പോൾ അതിലൊരു പൊടി മുകളിൽ, അപ്പോൾ ആ സാധനമാണ് നമ്മൾ അന്യായം എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവായൊരു വേർഡാണ്, പക്ഷേ നമ്മൾ ആ ഫുഡിൽ അത് യൂസ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവാണ്. അത് എല്ലാത്തിലും ഉപരി നമ്മൾ ജെനുവിനായിട്ടുള്ള കൊച്ചു കൊച്ചു ഫുഡ് സ്പോട്ട്സാണ് കൂടുതലും എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. കാരണം 1 രൂപയ്ക്ക് ദോശ വിൽക്കുന്ന ഒരു കട ട്രിവാൻഡ്രത്ത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ പോകാൻ പറ്റി. 2 രൂപയ്ക്ക് പൂരിയും ഫ്രീ ആയിട്ട് കറിയും കിട്ടുന്ന കടയുണ്ട്. അതെല്ലാം എനിക്ക് പോലും പുതിയ അറിവുകളായിരുന്നു. അപ്പോൾ അത് ആൾക്കാരിലേക്ക് എത്തിക്കുക, അങ്ങനെയുള്ള അതും നല്ല വൃത്തിയും വെടുപ്പുമുള്ള നല്ല രുചികരമായ ഭക്ഷണമാണ്. അല്ല 1 രൂപയുടെ ദോശ എന്ന് പറഞ്ഞിട്ട് രുചിയില്ലാത്ത അങ്ങനെ ഒന്നുമില്ല. അത് ട്രിവാൻഡ്രത്ത് എനിക്ക് തോന്നുന്നില്ല ലോകത്ത് വേറെ എവിടെയെങ്കിലും 1 രൂപയ്ക്ക് ദോശ കിട്ടുമെന്ന്. ഒരു പക്ഷേ വല്ല ക്യാൻറ്റീനിലോ വല്ലതും കിട്ടുമല്ലോ, അതും ഇപ്പം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഫ്രീ ആയിട്ട് അതിനോടൊപ്പം ചമ്മന്തി സാമ്പാറും കൊടുക്കുന്നു. 3 രൂപയ്ക്ക് രസവട കൊടുക്കുന്നു. രസവട എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തിൻ്റെ മാത്രം ഒരു ഫുഡാണ്. കാരണം വേറെ ഒരു ജില്ലയിലും അതില്ല. മേ ബി കൊല്ലം അല്ലെങ്കിൽ നാഗർകോവിൽ ആ ഭാഗത്തേ ഉള്ളൂ. ട്രിവാൻഡ്രമാണ് അതിൻ്റെ ഒരു കോറ്. അപ്പോൾ അതൊക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. 5 സ്റ്റാർ ഹോട്ടൽസിൻ്റെ ഒരുപാട് വീഡിയോസ് ചേട്ടൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് സാധാരണക്കാരുടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളിൽ പോയിട്ട് ചേട്ടൻ വ്ളോഗ് ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ട് ചേട്ടൻ അങ്ങനെ? എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് 30 രൂപയ്ക്ക് ഊണ് കിട്ടുന്ന അങ്ങനെ ഒരു വീഡിയോയും ചേട്ടൻ ചെയ്തിരുന്നു. ശരിക്കും ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ പോയി കഴിക്കാനായിട്ടുള്ള ഒരു തോന്നലുണ്ടാവും. എന്തുകൊണ്ടാണ് ചേട്ടൻ അങ്ങനെ സാധാരണക്കാരുടെ കടകൾ തിരഞ്ഞെടുക്കുന്നത് കൂടുതലും? അത് ഈ എൻ്റെ ഞാൻ ഒരു മാനേജ്മെൻറ്റ് ആളാണ്. മീൻസ് എന്ന് വെച്ചാൽ പഠിച്ച MBA പഠിച്ച ബ്രാൻഡിങ് അല്ലെങ്കിൽ. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഫുഡ് ബിസിനസ് എന്ന് പറയുന്നത് ഏകദേശം 75% കൂടുതൽ പ്രോഫിറ്റ് ഉള്ള ഒരു ബിസിനസ്സാണ് പലരും ചെയ്യുന്നതിൽ. അപ്പോൾ ഈ ചെറിയ ചെറിയ കടകൾ എപ്പോഴും വളരെ കുഞ്ഞു മാർജിനിൽ, ഇപ്പോൾ 30 രൂപയ്ക്ക് ഊണ് വിൽക്കുന്ന കട, അപ്പോൾ അവർക്ക് എത്ര രൂപയായിരിക്കും? ഒരു പക്ഷേ ഒരു ഊണ് വിൽക്കുമ്പോൾ 5 രൂപയായിരിക്കും അവർക്ക് കിട്ടുന്നത്. അതേ ഊണ് തന്നെ 100 രൂപയ്ക്ക് വിൽക്കുന്നവരുണ്ട്, 200 രൂപ വിൽക്കുന്നവരുണ്ട്. അപ്പോൾ ആ വളരെ കുഞ്ഞു മാർജിനിൽ വളരെ നല്ല ഫുഡ് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള കുറേ ആൾക്കാരെ നമ്മൾ കൊണ്ടുവരുന്നാൽ. ഇപ്പോൾ 1 രൂപയ്ക്ക് ദോശ വിൽക്കുന്നു. ആ ദോശ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു നല്ല ഹോട്ടലിൽ പോയിട്ട് ചിലപ്പം ഒരു 40 രൂപ കൊടുത്ത് ചിലപ്പോൾ ആ ദോശ പിടിച്ച് കഴിക്കും. അവിടെ ഒരു ആംബിയൻസ് മാറുകയാണ്, അതൊക്കെ ശരിയാണ്. AC ഉണ്ടാവും. പക്ഷേ ഇതൊരു ചെറിയ കടയാണ്.
അവിടുത്തെ ചുറ്റുപാട്. പക്ഷേ അതും ഫുഡാണ്, ഇതും ഫുഡാണ്. നമ്മൾ കഴിക്കുന്നതെല്ലാം പോകുന്ന വയറിലോട്ടാണ്, ഈ കഴിക്കുന്ന സാധനം എല്ലാം ഒന്നുമാണ്. ഈ ചുറ്റുപാടും അല്ലെങ്കിൽ പ്രൈസും അതിൻ്റെ ടാഗ് ലൈൻസും ഒക്കെ മാറുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ ഒരു ഒരു നല്ല കാര്യത്തിന് നമ്മളൊരു ഭാഗമായി മാറുക എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. അതുപോലെ സ്റ്റാർ ഹോട്ടൽ അവരും വലിയ ഒരുപാട് എഫേർട്ടും ഒക്കെ എടുത്തിട്ടാണല്ലോ അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ കൂടുതൽ മേടിക്കുന്നത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഈ ചെറിയ ആൾക്കാരെ നമ്മൾ കൂടുതൽ, കാരണം ചെറിയ കടകളിലാണ് നല്ല സ്നേഹവും നല്ല ഒരു ഭയങ്കര ഒരു ഒരു എന്താ പറയുക ടേസ്റ്റ് രുചിയിരിക്കുന്നത് എപ്പോഴും കൊച്ചു കൊച്ചു കടകളിലാണ്. ഇപ്പോൾ നെയ്യാറ്റിൻകര ഒരു മാമ്പഴക്കര ഒരു കടയുണ്ട്, തലേ ദിവസത്തെ ബീഫ് കൊടുക്കുന്നൊരു കടയുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം പണ്ട് പുള്ളി മിച്ചം വരുന്ന ബീഫ് ചൂടാക്കി അടുപ്പ് ഇട്ടിട്ട് പോകും. അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ ലോറിക്കാരൊക്കെ വരുമ്പോൾ അവരെ നിർബന്ധിച്ച് കൊടുത്തുകൊണ്ടിരുന്ന സാധനമാണ്. നമ്മളിപ്പോൾ ഒരു വീഡിയോ കിട്ടിയത്. പക്ഷേ ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ അവിടെ ഡിമാൻഡ് വരുന്നത് തലേ ദിവസത്തെ ബീഫാണ്. ആൾക്കാർ ചോദിച്ചു വരുന്നത് കൂടുതലും തലേ ദിവസത്തെ ബീഫ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള കുഞ്ഞു കടയാണ് ശാസ്ത ഹോട്ടൽ എന്ന് പറഞ്ഞാൽ. വളരെ ചെറിയ ഒരു 4 ഡെസ്കും ബെഞ്ചും ഒക്കെ ഉള്ളൊരു കടയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പ്ലഷർ എന്ന് പറയുന്നത് അതൊരു ഇമ്മൻസാണ്. ഇപ്പം നമ്മൾ റാഡിസിൻ്റെയും താജിൻ്റെയും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, റാവീസിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഒരു സന്തോഷം നമ്മളിങ്ങനെയുള്ള ചെറിയ ജോയിൻറ്റ്സ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കിട്ടും. എനിക്ക് തോന്നുന്നു നമ്മൾ അമ്മയുടെ കൈകൊണ്ട് തരുന്ന ഭക്ഷണത്തിന് രുചി കൂടും എന്ന് പറയുന്നത് പോലെയാണ്. തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ഫുഡ് സെർവ് ചെയ്യുമ്പോൾ അവരുടെ കണ്ണുകളിൽ ആ ഒരു സ്നേഹം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പിന്നീട് ആ കടയിൽ ചെല്ലുമ്പോൾ ഒരുപക്ഷെ ആ വീഡിയോ വന്നതിന് ശേഷം അവിടുത്തെ സെയിലൊക്കെ കൂടി അവർ ഭയങ്കരമായിട്ട് സന്തോഷമാവും. ഒരുപക്ഷെ നമ്മൾ ചെന്ന് പോയി കഴിച്ചിട്ട് പോകുമ്പോൾ അവർക്കറിയില്ല നമ്മൾ ഇത് വീഡിയോ എടുക്കുക. നമ്മൾ ചിലപ്പോൾ ആരും അറിയാതെയൊക്കെ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചിലപ്പോൾ മൊബൈലിലൊക്കെ എടുത്തിട്ടൊക്കെ പോകുന്നതായിരിക്കും, കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട്. പ്രൊഫഷണലി ക്യാമറയൊന്നും കൊണ്ടുപോയി എടുക്കുന്നതല്ല. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത് ചെല്ലുമ്പോൾ അവരുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത് അത് നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും നമുക്ക് ഇപ്പോൾ ഒരു വർഷങ്ങൾക്ക് ശേഷം ഒരു മോൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കാണുന്ന ഒരു സ്നേഹം അവർ തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്നേഹം ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എപ്പോഴും നമ്മളതിന് അഡിക്റ്റായി പോകും. വീണ്ടും അങ്ങനെയുള്ള ഒരു ഇത് കിട്ടാനായിട്ട് നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യും. കഴിഞ്ഞ 10 വർഷമായി തിരുവനന്തപുരത്തിന്റെ വിവാഹ സങ്കല്പങ്ങൾ ആഘോഷമാക്കുന്ന ടീം ഹാപ്പി വെഡിങ്സ് ട്രിവാൻഡ്രത്തെ നമ്പർ 1 ആൻഡ് ബിഗ്ഗസ്റ്റ് വെഡിങ് ഹബ്ബായ വെമ്പാലവട്ടത്തെ ഓഫീസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വിവാഹം മനോഹരമാക്കാൻ ഞങ്ങളുണ്ട്. ഹാപ്പി വെഡിങ്സ്, ട്രിവാൻഡ്രംസ് നമ്പർ 1 ആൻഡ് ബിഗ്ഗസ്റ്റ് വെഡിങ് ഹബ്. ചേട്ടൻ്റെ ലുക്കും മാനറിസവും നടത്തയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ലാലേട്ടൻ്റെ പോലത്തെ ഒരു ഫീലാണ് തോന്നുന്നത്. ചേട്ടൻ ഒരു ലാലേട്ടൻ്റെ ആ ഒരു ഫേസ് കട്ടും ഒക്കെയാണുള്ളത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ലാലേട്ടൻ ഫാനാണ്. വളരെ കുഞ്ഞിലേ മുതലേ ലാലേട്ടൻ ഫാനാണ്. അന്നും ഇന്നും എന്നും ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ ഈ പറയുന്ന കണക്ക് ഞാൻ ജനിച്ച സമയം മുതലുള്ള സിനിമ മുതൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, എൻ്റെ ഓർമ്മ വെച്ച സമയത്ത് കാണുന്നത് ശ്രീകൃഷ്ണപരുത്താണ്. ആ സിനിമ മുതൽ ഈ സിനിമ മുതൽ എനിക്ക് ആറാട്ട് വരെ വളരെ നോൺ സ്റ്റോപ്പായിട്ട് എല്ലാ സിനിമയും കണ്ട ആളാണ്. കടുത്ത ലാലേട്ടൻ ഫാനാണ്. ലാലേട്ടൻ അങ്ങനൊരു ഇത് തോന്നാൻ കാരണമെന്ന് പറയുന്നത് ഞാൻ സ്കൂൾ കോളേജ് സമയത്ത് മിമിക്രി മോണോക്കിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. ഒരുപക്ഷെ ഒരുപാട് പോക്കറ്റ് മണി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ലാലേട്ടൻ കാരണമാണ്. ലാലേട്ടൻ്റെ ഫിഗറൊക്കെ കുറേ അമ്പലപ്പറമ്പിലും കുറേ സ്കൂൾ കോളേജിലൊക്കെ കാണിച്ച് അതിൽ നിന്ന് കുറേ പോക്കറ്റ് മണി ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ ട്രൂപ്സിൽ ഈ നമ്മുടെ പറഞ്ഞാൽ വലിയ ഫേമസ് ട്രൂപ്സ് ഒന്നുമല്ല, മാട്ട കളിക്കുക എന്നൊക്കെ പറയും, ചെറിയ മാട്ട ട്രൂപ്പുകളിലൊക്കെ കളിച്ചിട്ട് അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കുറേയൊക്കെ ഇപ്പോഴും എവിടെയൊക്കെ കിടപ്പുണ്ട്. എപ്പോഴും നമ്മൾ വിട്ടുപോകില്ല, കാരണം നമ്മൾ കാണുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സാധനം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഒരുപക്ഷെ അങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ താടിയും ഹെയറും ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? താടി ഈ പറയുന്ന കണക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന വേണ്ടി നമ്മളൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഈ പ്രത്യേകിച്ചൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് മുതലേ ഈ ഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മീശയും ഇതും ആ ഒരു സ്റ്റൈലിലേക്ക് നമ്മളെപ്പോഴും ചെയ്യും. അപ്പോൾ ഈ നമ്മൾ പെട്ടെന്ന് നമ്മൾ ആ ഒരു ഫിഗർ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി എപ്പോഴും ആ സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കും. കാരണം പുള്ളിയുടെ ഹെയർ സ്റ്റൈൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പുള്ളി ഒരു സൈഡിലേക്ക് തല കോതി വെച്ച് നമ്മളെപ്പോഴും അങ്ങനെ കോതിയെ കിട്ടത്തില്ല. നമ്മൾ പ്രോഗ്രാം സമയത്തൊക്കെ പോയി ഇന്ന് കോതിയാണ്. അപ്പോൾ ഒരേ സമയം ഞാൻ ലാൽ സാറിൻ്റെയും മരിച്ചുപോയ ജയൻ സാറിൻ്റെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിഗറാണ് ഞാൻ ഒരേ സമയം ചെയ്തുകൊണ്ടിരുന്നത്. ഒരേ സ്റ്റേജിൽ തന്നെ പുള്ളിയുടെ വേഷം മാറിപ്പോയിട്ട് അടുത്ത വേറൊരാൾ ഫിഗർ കയറുമ്പോഴത്തേക്ക് ആ ഗ്യാപ്പിൽ പോയിട്ട്
വീണ്ടും ജയൻ സാറിൻ്റെ ഫിഗർ ഇട്ടിട്ട് വരും. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ രണ്ടിനും മറ്റൊരു വകുപ്പെടുക്കണം, ഇത് ഇങ്ങനെ സമ്മർ കോതണം എന്നുള്ളൊരു വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെ കോതി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ഫിഗറൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ അതുപോലെയുള്ള സ്റ്റൈല് നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം പുള്ളി ഏറ്റവും ബെസ്റ്റ് സ്റ്റൈൽസാണ് എപ്പോഴും അഡോപ്റ്റ് ചെയ്യുന്നത്. ഈ പറയുന്ന കണക്ക് പലരും ഒരു പക്ഷേ മലയാള ഇൻഡസ്ട്രിയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഫാൻസ് അല്ലാത്ത ആൾക്കാർ ബോഡി ഷെയിം ചെയ്ത ആൾ അദ്ദേഹത്തെ ആയിരിക്കാം. കാരണം അത്രയും ഇതിൽ നിന്നുകൊണ്ട് ദ പീക്കസ്റ്റ് ഇതിൽ നിൽക്കുന്നതും അദ്ദേഹമാണ്. ഒരേ സമയം രണ്ട് എക്സ്റ്റെൻറ്റിലാണ് പുള്ളി. ഒരു ബോഡിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വർക്കൗട്ടോ ഒന്നും ചെയ്യാതെ തന്നെ എത്രയോ വർഷം ഇപ്പോഴാണ് പല ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് പുള്ളി അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ചില ക്യാരക്ടേഴ്സ് വരുമ്പോൾ ആ സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ടാവും. അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അദ്ദേഹത്തെ നമ്മൾ വളരെ റോൾ മോഡലാണ്. കാരണം അദ്ദേഹം ഭയങ്കര ഒരു ഫൂഡിയാണ്, കുക്ക് ചെയ്യും സ്വന്തമായിട്ട്, അത് കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നമ്മളതൊക്കെ ഒരു പരിധിവരെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ചേട്ടൻ ഒരു ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് തന്നെ ഉള്ള എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ പല മൂവീസും ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഡീഗ്രേഡിങ് എന്ന് പറയുന്നത് ഭയങ്കര പർപ്പസ്ഫുൾ ഡീഗ്രേഡിങ് ആണ്. അപ്പം നമ്മൾ പല സിനിമകളും തിയേറ്ററിൽ പോയി കാണുന്നത്. ഇപ്പം ഒരാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു സിനിമ വരണമെന്ന് നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. അപ്പം പൊതുവേ നല്ല സിനിമകളാണ് വരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് വന്ന ആറാട്ട്, നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ കണക്ക് പുള്ളി ആറാടുകയാണ്, ശരിക്കും പറഞ്ഞാൽ ആറാടുകയാണ്. അപ്പോൾ അത്രയും നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിയെ ഒരു ശതമാനം പോലും ബോഡി ഷേമിങ് ചെയ്യാൻ പറ്റില്ല. പുള്ളി വളരെ ട്രിമ്മായിട്ട് ഫൈറ്റ് ആയാലും 62 വയസ്സിൽ അതിനെ തിരിച്ചിടണമെന്നാണ് ഞാൻ പറയുന്നത്. 62 എടുത്തിട്ട് തിരിച്ചിടുമ്പോൾ 26 വയസ്സ്. ആ 26 വയസ്സുകാരൻ്റെ മെയ്വഴക്കമാണ് അദ്ദേഹം കാണിക്കുന്നത് അതിൻ്റെ അകത്ത്. കാരണം എന്ന് വെച്ചാൽ 6 ഫീറ്റിൽ ഹൈറ്റിൽ കാല് പൊക്കി ഫൈറ്റ് ചെയ്യുന്നു. അതൊന്നും ഡൂപ്പിനെ വെച്ച് ചെയ്യുന്നില്ല. എല്ലാം വൈഡ് ഷോട്ടും അല്ലെങ്കിൽ ക്ലോസ് ഫ്രെയിംസും എല്ലാം ഉള്ള സാധനമാണ്. 2 സെക്കൻഡ് നേരത്തേക്കാണെങ്കിൽ അത്രയും കാലെടുത്ത് വെക്കാൻ ഇന്ന് ഈ പ്രായത്തിൽ ലോകത്ത് ഇൻഡസ്ട്രിയിൽ ഒരൊറ്റ ആക്ടറും ഇല്ല. അത് ലാൽ സാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ കാണുമ്പോൾ ഫ്രസ്ട്രേഷനാണ്. ഇത് പൊതുവേ എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ പുള്ളിയോട് പലർക്കും ഫ്രസ്ട്രേഷനാണ്. ഈ 62 വയസ്സിൽ പുള്ളിയെ കാണിക്കുന്നു. ആറാട്ടിൽ തന്നെ കുറേ സുന്ദരികരായിട്ടുള്ള നടിമാരുണ്ട്. അപ്പോൾ പുള്ളിയുടെ അവരുമായിട്ടുള്ള ഒരു കെമിസ്ട്രി ഇതൊക്കെ കാണുമ്പോൾ പലർക്കും ഫ്രസ്ട്രേഷൻ തോന്നും. അപ്പോൾ ഈ പ്രായത്തിൽ വേറൊരു ആക്ടറിന് അതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും ചെയ്യുന്നില്ല. ഇനി പറ്റത്തുമില്ല. ഇനി വേറൊരാൾ എനിക്ക് ജനിച്ച് വരുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ആക്ടർ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആ ആക്ടർ ചെയ്യുമ്പോൾ ആൾക്കാരുടെ ഫ്രസ്ട്രേഷനാണ് ഈ ഒരു നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ ആയിട്ട് വരുന്നത്. ആറാട്ട് കണ്ടിട്ട് ലാൽ സാറിൻ്റെ ഫാൻ അല്ലാത്ത ആൾക്കാർ പോലും എന്നോട് പറഞ്ഞു 62 വയസ്സായി പുള്ളിക്ക്. പുള്ളി ആ ഫൈറ്റിൽ റിയാസ് ഖാൻ്റെ മുകളിലോട്ട് കാലൊക്കെ എടുത്ത് വയ്ക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. വേറെ ഒരു ആക്ടറും ഇനിയിപ്പോൾ തമിഴായാലും തെലുങ്കു ആയാലും ഇനി ഹോളിവുഡ് ആയാലും ഇനി ഏത് വുഡായി എടുത്താലും ഇല്ല. അപ്പം അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുള്ളി പറയുന്നത് മരക്കാരെന്ന് പറഞ്ഞ സിനിമ ഒരു ഭയങ്കരമായ ഡീഗ്രേഡിങ്ങിന്, കാരണം ഓസ്കാറിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട സിനിമയാണ്. എത്ര സിനിമകൾ ഓസ്കാറിന് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു. മലയാളത്തിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് ഓസ്കാറിന് പോയ ഗുരു എന്ന് പറഞ്ഞ സിനിമയാണ്, അത് ലാൽ സാറിൻ്റെ സിനിമയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ക്രെഡൻഷ്യലുള്ള ആക്ടറാകുമ്പോൾ ഡീഗ്രേഡ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ പർപ്പസ്ഫുൾ ഡീഗ്രേഡ് ചെയ്യാണ്. എന്തായാലും അദ്ദേഹം ആറാടുകയാണ്, ഇനി ആറാടിക്കൊണ്ടിരിക്കും, വീണ്ടും ആറാടിക്കൊണ്ടിരിക്കും. നമ്മളതൊക്കെ കണ്ട് കൈയടിക്കുകയും ചെയ്യും. കട്ട ലാലേട്ടൻ ഫാനായ ചേട്ടൻ ലാലേട്ടനെ നേരിട്ട് കണ്ടിട്ടുള്ള നിമിഷങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അദ്ദേഹത്തെ കാണും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുള്ളതായിരുന്നു. അപ്പോൾ എന്തോ നമ്മളെന്തും വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് ദൈവം നടത്തി തരുമെന്ന് പറയുന്നതാണ്. ഞാനൊരു 10-12 വർഷത്തെ മീഡിയ ലൈഫിനിടയിൽ ഒരുപാട് പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പ്രസ് കോൺഫറൻസ് വരുന്നു, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അദ്ദേഹം ചില കുസൃതി ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തെ തട്ടിപ്പോയിട്ട് വരെയൊക്കെ ഉണ്ട്. പക്ഷേ വളരെ അടുത്ത് ഇൻറ്റൻസീവായിട്ട് ഒക്കെ കാണാനും പരിചയപ്പെടാനും പറ്റിയത് ഞാൻ ഏരീസ് ഗ്രൂപ്പിൽ വന്നതിന് ശേഷം. അപ്പം ഞങ്ങളുടെ കമ്പനി അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ 2 സ്റ്റുഡിയോ ട്രിവാൻഡ്രത്തുള്ള ഏരീസ് വിസ്മയമാക്സ്, ഇപ്പോൾ ഏരീസ് വിസ്മയമാക്സ്, കൊച്ചിയിലുള്ള വിസ്മയമാക്സ് മേടിക്കുകയുണ്ടായി, ടേക്ക് ഓവർ ചെയ്തതാണ്. ആ സമയത്ത് അതിൻ്റെയൊക്കെ ആയിട്ട് ഭാഗങ്ങളായിട്ട് ഒരുപാട് മീറ്റിങ്സും അതിൻ്റെ ഒരു പ്രീ മീറ്റിങ്സും പോസ്റ്റ് മീറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി പ്രാവശ്യം കാണാൻ പറ്റി, ഒത്തിരി പ്രാവശ്യം അടുത്ത് ഇടകഴുകാൻ പറ്റി, ഭക്ഷണം ഒരുമിച്ച് കഴിക്കാൻ പറ്റി. അതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗമായിട്ട് കരുതുകയാണ്. നമ്മളിന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡിയോ ഭാഗമായിട്ടുള്ള കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അത് നമ്മുടെ കമ്പനി എടുത്തുകൊണ്ട് ഇപ്പോൾ ഏരീസ് വിസ്മയമാക്സ്. അപ്പോൾ അവിടെ ഇപ്പോൾ അദ്ദേഹം ഇപ്പോഴും ഡബ്ബിങ്ങിന് കൊച്ചിയിൽ പ്രിഫർ ചെയ്യുന്ന സ്റ്റുഡിയോ അതാണ്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കൊച്ചിയിൽ അദ്ദേഹം അവിടെ ഡബ്ബിങ്ങിന് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഉടനെ ഓടിപ്പോയി കാണും കേട്ടോ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അദ്ദേഹം സംസാരിക്കുകയും അതുപോലെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയും ചെയ്യും. പുള്ളി ഭയങ്കര ഒരു ഫുഡിയാണ്. ഇപ്പോൾ ലാസ്റ്റ് അവിടെ വന്ന സമയത്ത് നാടൻ ഭക്ഷണം പുള്ളി പൊതിച്ചോറ് കഴിച്ച വീഡിയോ ഒക്കെ വൈറലാണ്.
അപ്പോൾ അങ്ങനെ കുറേ ഒക്കെ പുള്ളിയായിട്ട് കഴിക്കാനും അല്ലെങ്കിൽ സംസാരിക്കാനും പരിചയപ്പെടാനും അതുപോലെ ആണ്ണിച്ചേട്ടൻ അവരെല്ലാവരുമായിട്ട് ഒന്ന് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഒരു പക്ഷേ ഈ ഒരു നമ്മുടെ കമ്പനിയിൽ വന്നുകൊണ്ട് ഏരീസ് ഗ്രൂപ്പിൽ ഒരു എംപ്ലോയി ആയതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചേട്ടൻ ട്രിവാൻഡ്രത്ത് ഏത് കോളേജിലാണ് പഠിച്ചത്? അതുപോലെ തന്നെ ചേട്ടൻ്റെ അതിനുശേഷമുള്ള കരിയറൊക്കെ ഞങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ട്. ഞാൻ സ്കൂളിംഗ് ചോദിച്ചില്ലെങ്കിൽ പറയാം. MMRHS എന്ന് പറഞ്ഞിട്ട് നീറവൻകര സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം ഗവൺമെൻറ് ആർട്സ് കോളേജിലാണ് പ്രീ ഡിഗ്രി ചെയ്യുന്നത്. അപ്പോൾ ഒരു അറിയപ്പെടുന്ന റെഡ് ഫോർട്ട് ഓഫ് SFI എന്നൊക്കെ പറയുന്ന കോളേജാണ്. അപ്പോൾ അതിനുശേഷം ഡിഗ്രി ചെയ്യുന്നത് മാരിവേനീസ് കോളേജിലാണ്. ഗ്രാജുവേഷൻ ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷനിലായിരുന്നു. അത് PG ചെയ്തിട്ടുണ്ട്. PG രണ്ടിടത്ത് ചെയ്തിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. MBA ചെയ്ത് അവിടെയാണ്. പിന്നെ ഭാരതീയ വിദ്യാഭവനിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പുറത്ത് സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ട് UK. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തത് ഈ പറയുന്ന രണ്ട് കോളേജാണ്, ആർട്സ് കോളേജും മാറിവേനീസും ഉണ്ട്. പ്രത്യേകിച്ച് മാറിവേനീസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു കരിയറിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടായ കോളേജാണ്. ഞാൻ പൊതുവേ ഒരു എന്താ പറയുക, ഒരു ഇൻ്റർവേർട്ട് ടൈപ്പായിരുന്നു. ഒരു കോളേജിൽ ആർട്സ് കോളേജിൽ തന്നെ പഠിച്ചപ്പോൾ ആൺകുട്ടികൾ മാത്രമുള്ള കോളേജായിരുന്നു ആർട്സ് കോളേജ്. പ്രീ ഡിഗ്രിക്ക് അത് ഞാൻ ആഫ്റ്റർനൂൺ ഷിഫ്റ്റായിരുന്നു. ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഉള്ള എല്ലാ ദിവസങ്ങളും നമ്മുടെ ഷിഫ്റ്റിൻ്റെ ഏറ്റവും വലിയ കംഫർട്ട് എന്ന് പറഞ്ഞാൽ മാറ്റ്നി സിനിമയ്ക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കംഫർട്ടാണ്. അപ്പം ആ ഒരു സിനിമയൊക്കെ മാക്സിമം എൻജോയ് ചെയ്ത് അങ്ങനെ നമ്മൾ സിനിമയിലേക്ക് കൂടുതൽ താല്പര്യം തോന്നാൻ കാര്യം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഫ്രണ്ട്സ് ഒരുപാട് പേര്, പിന്നെ അതിലൂടെ മിമിക്രി മോണോക്കിലേക്ക് കൂടുതൽ ആക്റ്റീവ് ആവുന്നത് അപ്പോഴാണ്. സ്കൂൾ ലൈഫിൽ നിന്ന് പെട്ടെന്ന് ഒരുപാട് ഫ്രീഡത്തിലേക്ക് വരുമ്പോൾ അതിനുശേഷം മാറിവേനസിൽ പോകുമ്പോൾ അതെല്ലാം ക്യാരി ഫോർവേഡ് ചെയ്ത് അങ്ങോട്ട് പോയി. പക്ഷേ ഈ ഒരു നമ്മുടെ ഒരു ഫുഡി ആയിട്ടൊക്കെ മാറ്റുന്ന അതെന്ന് പറഞ്ഞാൽ മാറിവേനീസാണ്. മാറിവേനീസിലെ ക്യാൻറ്റീനിൽ ഫുഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടുത്തെ ബീഫ് പൊറോട്ടയും ഇപ്പോഴും ഭയങ്കര ഫേവറേറ്റാണ്. ഇപ്പോഴും അതുവഴി പോവുകയാണെങ്കിൽ ക്യാൻറ്റീനിൽ പോയി ഞാൻ ഫുഡ് കഴിക്കാൻ ശ്രമിക്കാറുണ്ട് വല്ലപ്പോഴൊക്കെ. പഴയ ക്യാൻറ്റീൻ ആൾക്കാരല്ല നടത്തുന്നെങ്കിൽ കൂടി അവിടുത്തെ കുക്ക് ഇതുവരെ മാറിയിട്ടില്ല. പുള്ളി തന്നെയാണ് ഇപ്പോഴും കുക്ക്. മാനേജ്മെൻറ്റ് മാറിപ്പോയി, എന്നാലും ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ് മാറിവേനീസ് കോളേജ് എന്ന് പറയുമ്പോൾ. പിന്നെ ഫ്രണ്ട്സ് ഒരുപാട് നമ്മുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്ത കോളേജാണ് മാറിവേനീസ് എന്ന് പറയുന്നത്. പിന്നെയാണ് നമ്മൾ കുറേ നാൾ ഡൽഹിയിൽ വർക്ക് ചെയ്തു. സ്റ്റാർ ന്യൂസിലാണ് എൻ്റെ ജീവിതത്തിലെ കരിയർ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റാർ TV എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ 2-3 പ്രോഗ്രാംസിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസറായിരുന്നു. അതിനുശേഷം ഇന്ത്യ TV. ആ പ്രോഗ്രാംസ് വളരെ ശ്രദ്ധിക്കപ്പെട്ട പ്രോഗ്രാംസാണ്. ഈ റെഡ് അലേർട്ട്, സൻസനി, ഇൻസാഫ് കാ തരാസ് എന്ന് പറഞ്ഞ 3 പ്രോഗ്രാമാണ് ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസറുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പ്രൊഡക്ഷനിൽ അസിസ്റ്റ് ചെയ്തു. അതാണ് നമ്മുടെ കരിയറിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നൊരു സാധനം. അതിനുശേഷം ആണ് നമ്മൾ ഇന്ത്യ TVയിലെ ബ്യൂറോ ചീഫായിട്ട് ഇവിടെ നാട്ടിൽ വരുന്നത്. ഇവിടെ ഒരു 12 വർഷം അങ്ങനെ ജോലി ചെയ്തു. അതിനുശേഷമാണ് ഏരീസ് ഗ്രൂപ്പിലേക്ക്. ഇപ്പോൾ ഞാൻ ഗ്രൂപ്പിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ട് CEO ആയിട്ട് ജോലി ചെയ്യുന്നു. നല്ല ജോലിയാണ്. അതിൻ്റെ CEO എന്ന് പറയുന്നത് സോഹൻ റോയാണ്. അദ്ദേഹം ഒരു ഹോളിവുഡ് ഡയറക്ടർ. സിനിമയായിട്ട് ഒരുപാട് ബന്ധമുള്ളത് കൊണ്ടാണ് ആ ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോകാൻ താല്പര്യപ്പെട്ടതും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഒരു സ്റ്റുഡിയോ ഇതൊക്കെ വരുന്നതുമൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മുടെ ലൈഫിൽ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരാൾ, നമ്മൾ പോകാൻ ആഗ്രഹിച്ച സ്ഥലങ്ങൾ, പിന്നെ ഇഷ്ടപ്പെട്ട തിയേറ്റർ നമ്മുടെ കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്നു, ആ തിയേറ്ററിൻ്റെ ഭാഗമാകാൻ പറ്റുന്നു. അതൊക്കെ ജീവിതത്തിൽ എന്തോ ഈ നാരങ്ങ മുട്ടായി ആഗ്രഹിച്ചവന് ഡയറി മിൽക്ക് കിട്ടിയ ആ ഒരു ഇതാണ് എനിക്ക് ജീവിതത്തിൽ ഒരു വലിയ സന്തോഷമാണ്. അതിൻ്റെ ഒരു വലിയ ഒരു സന്തോഷമുണ്ട് എപ്പോഴും. എൻ്റെ ഒരു മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നത് നാരങ്ങ മുട്ടായി ആണെങ്കിൽ എപ്പോഴും കിട്ടുന്നത് ഒരു മിനിമം ഡയറി മിൽക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയ സന്തോഷമാണ്. എല്ലാവരും വ്ളോഗ് മാത്രം ചെയ്ത് നടക്കുന്ന സമയത്ത് ചേട്ടൻ ജോലിയും അതിനോടൊപ്പം തന്നെ വ്ളോഗും ചെയ്യുന്നുണ്ട്. ഇതിനുള്ള സമയമൊക്കെ എങ്ങനെ കണ്ടെത്തുന്നു? ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ചെറിയ എതിർപ്പെടും. ഞാൻ വ്ളോഗ് എന്ന് പറഞ്ഞ സാധനം ഇതുവരെ ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. പ്രൊഫഷണൽ വ്ളോഗറാണെന്നുള്ള ഒരു സാധനം ചെയ്തില്ല. കാരണം ഞാൻ സ്വന്തമായിട്ട് ക്ലെയിം ചെയ്തില്ല. കാരണം ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കുന്നു, അത് ചെറിയ കടയായാലും വലിയ കടയായാലും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നു, എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുന്നു, യൂസ് ചെയ്യുന്നു, അതൊക്കെ വീഡിയോ ആക്കി ഇടുന്നതാണ് ഒരു അല്ലെങ്കിൽ ഞാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേ ഒരു സാധനം ചെയ്തിട്ടില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് ചെറിയ തട്ടുകടയിൽ പോയി ഫുഡ് കഴിച്ചാൽ അത് ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ വീഡിയോ ഇടാറുണ്ട്. പക്ഷേ ഇഷ്ടപ്പെട്ടില്ല, മോശമായിട്ട് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ ഇടാറില്ല. ഒരിക്കലും ഞാൻ നെഗറ്റീവ് വീഡിയോസ് ഇടുന്ന കൂട്ടത്തിലുള്ള ഒരാളല്ല. കാരണം ഒരു പക്ഷേ ആരും മനഃപൂർവ്വം നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ മോശം ഫുഡ് ഒരു കടയിൽ സെർവ് ചെയ്യുമെന്ന് ഞാൻ ഇതുവരെ വിശ്വസിക്കുന്നത്. കാരണം ചീത്തയായ ഫുഡോ പഴകിയ ഫുഡോ ഒക്കെ കാരണം അതൊരു ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളായിരിക്കും. ഒരുപക്ഷെ ഉപ്പ് കൂടുകയോ അല്ലെങ്കിൽ അടി പിടിക്കുകയോ പുക ചുവയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ അമ്മയാണെങ്കിലും നമ്മൾ ക്ഷമിക്കാറുണ്ട്. ഒരു അമ്മ ഇപ്പോൾ ഒരു ദിവസം ഉണ്ടായിക്കൊണ്ട് ഉപ്പ് കൂടിപ്പോയി, നമുക്ക് അമ്മ എന്ത് പറയാൻ പറ്റും, നമ്മൾ കഴിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് തരും, അമ്മ എന്തെങ്കിലും കൂടെ ഒക്കെ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തരും എന്ന് പറയുന്ന പോലെ നമ്മൾ ഇത് ചെയ്യും. നെഗറ്റീവ് ഒരു സാധനം നമ്മൾ കൊടുക്കാറില്ല, ഇനി കൊടുക്കത്തുമില്ല. കാരണം നെഗറ്റീവ് റിവ്യൂസ് മാത്രം കൊടുക്കുന്ന ആൾക്കാർ നമ്മൾ കാണാറുണ്ട്. ഭയങ്കര അത് ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമാണ്. എപ്പോഴും നെഗറ്റീവ്സാണ് ആൾക്കാർക്ക് കാണാൻ ഇഷ്ടം. പക്ഷേ പോസിറ്റീവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടവും
അങ്ങനെയുള്ള നല്ല സ്ഥലങ്ങൾ, നല്ല ആൾക്കാർ. ഇപ്പോൾ ഇപ്പോഴും ട്രിവാൻഡ്രത്ത് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അതിനെക്കുറിച്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ ബിരിയാണി ഫെസ്റ്റിവൽ നടത്തിയിട്ട് നമ്മൾ തന്നെ ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുത്ത് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കിഡ്നി ഓപ്പറേഷന് വേണ്ടിയിട്ട് ഫണ്ട് സ്വരൂപിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമാകും ഒരുപാട് സംഘടനകൾ ചെയ്യുന്നതാണ്. അപ്പോൾ ചേട്ടൻ വരണം, ചേട്ടൻ വന്നിട്ട് അതിനൊരു സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ പോയി അതിന് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഭാഗമാകാൻ പറ്റുന്നത് നമുക്ക് വലിയ കാര്യമാണ്. നമുക്ക് കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എല്ലാവരെയും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വലിയ പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കൂട്ടായ്മകൾ നമ്മൾ വിളിക്കാറുണ്ട്, കുറേ ചാരിറ്റി ഓർഗനൈസേഷൻസ്. അതിൻ്റെയൊക്കെ ഇപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് തമ്പാനൂർ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ദിവസം 100ഓളം പൊതിച്ചോറ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ വിശന്ന് വരുന്നവർക്ക് ആർക്ക് വേണം എടുത്ത് കഴിക്കാൻ പറ്റും. അത് നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം ഒരു 5 പൊതിച്ചോറായിരിക്കും കൊണ്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ പറ്റുന്നത്. പക്ഷേ ഒരുപാട് പേര് അതിൻ്റെ ഭാഗമാകുമ്പോൾ ഒരുപാട് പേരുടെ വിശപ്പ് മാറും. അപ്പം അങ്ങനെയൊക്കെ കുറേ നല്ല ആക്ടിവിറ്റീസിൽ ഈ ഒരു കാര്യം കൊണ്ട് ഭാഗമാകാൻ പറ്റും. കഴിഞ്ഞ 10 വർഷമായി തിരുവനന്തപുരത്തിന്റെ വിവാഹ സങ്കല്പങ്ങൾ ആഘോഷമാക്കുന്ന ടീം ഹാപ്പി വെഡിങ്സ്. ട്രിവാൻഡ്രത്തെ നമ്പർ 1 ആൻഡ് ബിഗ്ഗസ്റ്റ് വെഡിങ് ഹബ്ബായ വെമ്പാലവട്ടത്തെ ഓഫീസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വിവാഹം മനോഹരമാക്കാൻ ഞങ്ങളുണ്ട്. ഹാപ്പി വെഡിങ്സ്, Trivandrum's number 1 and biggest wedding hub. ചേട്ടാ, കട്ടച്ചൽ കുഴിയിൽ ചേട്ടനൊരു ഓല മേഞ്ഞ ഒരു ചെറിയൊരു ഹോട്ടൽ അല്ലേ, ഫുഡൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലം. ഹോട്ടലായിരുന്നു അത് ചായക്കടയായിരുന്നു എന്ന് എനിക്കറിയാം. അത് പിന്നീട് ചേട്ടൻ അവിടെ പോയതിന് ശേഷം പിന്നീട് പുള്ളിക്കാരൻ ഒരു ബിൽഡിംഗ് ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ ആ ഒരു കഥ? അല്ല, അത് ഞാൻ ഒരാൾ പറഞ്ഞു കേട്ടിട്ട് പോയതാണ്. ഒരു അപ്പൂപ്പൻ, പുള്ളി ഒരു ദിവസം ഒരു 2-3 കിലോ നാടൻ കോഴിയാണ് ഒക്കെ വെച്ചിട്ട് ഒരു ചെറിയ കട നടത്തുന്നുണ്ട്. വളരെ കുറച്ച് ആൾക്കാർ മാത്രം പോകുന്നുള്ളൂ, വിലയും കുറവാണ്, ദോശയും ഇതൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ അവിടെ പോയി കണ്ട് കഴിച്ചു. അത് ഈ മാർത്താണ്ഡവർമ്മ കുളിച്ച കുളത്തിൻ്റെ സൈഡിലാണ് ആ ഒരു ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് അവണാകുഴി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. പണ്ട് അവണൻ എന്നായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ മന്ത്രിയുടെ പേര്. പുള്ളി കുഴിയിൽ വീഴാൻ പോയപ്പോൾ മാർത്താണ്ഡവർമ്മ പറഞ്ഞത്രേ അവണാകുഴി വീഴരുതെന്ന്. അപ്പോൾ അങ്ങനെയാണ് ആ സ്ഥലത്തിൻ്റെ പേര് വീണത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും ഈ പുള്ളിയുടെ റെസ്റ്റോറൻറ്റ് വെച്ചാൽ. അപ്പം ഒരുപാട് പേര് അത് കണ്ടിട്ട് വേറെ ജില്ലയിൽ നിന്ന് വരെ ആൾക്കാർ വരാനും കഴിക്കാനും ഒക്കെ തുടങ്ങി. ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പം പുള്ളി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് കട വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. ശരി, ഞാൻ വരാം, എന്താണെന്ന് പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് ഈ കോഴിയുടെ ഇതൊക്കെ എടുത്ത് പുള്ളി, ഈ പൂവൻ കോഴിക്ക് ഒരു ഇതുണ്ട്, അതിൻ്റെ ഫ്രൈ ഉണ്ട് അവിടെ. പൂവൻ കോഴിയുടെ ലിവറും ടെസ്റ്റീസൊക്കെ കൂടെ ഉള്ള ഒരു ഫ്രൈ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിലപ്പം അതൊക്കെ എടുത്ത് വെച്ചിട്ട് വിളിക്കുന്നതായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് കിട്ടുവാണെങ്കിൽ വിളിക്കണം, അന്ന് മേടിച്ചോളാം. 1-2 പ്രാവശ്യം ഞാൻ പുള്ളിയുടെ മേടിച്ചിട്ടുണ്ട്, വീട്ടിൽ കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ പോയപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ആ ഒരു ഓലക്കാട മാറി അത് പുള്ളി ഒരു വലിയൊരു കോൺക്രീറ്റ് കെട്ടിടമായിട്ട് മാറി, ഷീറ്റൊക്കെ ഇട്ടിട്ട് പുള്ളി ഒരു ഹോട്ടലാക്കി അങ്ങ് മാറ്റി. അപ്പോൾ അത് വലിയ സന്തോഷം. നമ്മുടെ ഒരു ചെറിയ പ്രവൃത്തികൾ അല്ലെങ്കിൽ ചെറിയ കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യം ഒരാൾക്ക് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ അതിൽ നമുക്ക് ഒരുപാട് അഭിമാനിക്കാം, സന്തോഷിക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയാൻ എനിക്ക് അത്രയേ ഉള്ളൂ. കാരണം നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു കാരണമായി അതിൻ്റെ ഒരു വീഡിയോ ഇടാൻ. അതിനെക്കുറിച്ച് നല്ല ജെന്യുവനായിട്ടുള്ള ഫുഡുമാണ് പുള്ളി കൊടുക്കുന്നത്, നാടൻ കോഴി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് കണ്ട ആൾക്കാർ വരികയും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും വീണ്ടും വരികയും ചെയ്തപ്പം പുള്ളിയുടെ ബിസിനസ് കൂടി. ഇപ്പോൾ പുള്ളി ഏകദേശം അന്നൊരു 2-3 കിലോ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ പുള്ളി ഒരു 100 കിലോ അടുപ്പിച്ച് കോഴി വിൽക്കുന്നുണ്ട്. അപ്പോൾ വലിയ സന്തോഷം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കാരണമാകുമ്പോൾ നമുക്കൊരു സന്തോഷം. നമുക്ക് പോയി പുള്ളിക്കൊരു കടയിൽ നിന്ന് കെട്ടിക്കൊടുക്കുന്ന കാര്യം ഒരാൾക്കൊക്കെ കെട്ടിക്കൊടുക്കാൻ പറ്റും, എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പുള്ളി അത് ഡെവലപ്പ് ആയതിൽ അത് പുള്ളിക്കും അതിൻ്റേതായ ഒരു സിഗ്നേച്ചറുണ്ട്. കാരണം പുള്ളിയുടെ ഫുഡ് അത്ര നല്ലതാണ്. നല്ല നാടൻ കോഴിയിൽ പുള്ളിയുടെ മാത്രമായ റെസിപ്പിയിൽ ചെയ്യുന്ന ഒരു സാധനമാണ്. ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ആൾ കണ്ടപ്പോൾ. പുള്ളി കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു സങ്കടം വന്നു. കാരണം ഞാൻ ആദ്യം പോയി നോക്കുമ്പോൾ ആ സ്ഥലത്ത് ആ കടയില്ല. അപ്പോൾ പുള്ളി ഒരുപക്ഷെ ആരെങ്കിലും കട പൊളിച്ച് മാറ്റി പുതിയ കട തുടങ്ങി എന്നുള്ള പരാതി പറയാൻ വിളിച്ചായിരിക്കും എന്ന് എനിക്ക് തോന്നി, അത് സംശയം തോന്നി. കാരണം അപ്പം പിന്നെ കടയുടെ പേര് സെയിമാണ്, ബാലമുരുക എന്നാണ് കടയുടെ പേര്, തട്ടുകട എന്നായിരുന്നു. എപ്പോഴും പേര് മാറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് അയാളുടെ കട. അപ്പോൾ പുള്ളി വെളിയിൽ നിന്ന് കൈ കാണിച്ച് പുള്ളിയുടെ മോൻ ഓടി വന്നു, കെട്ടിപ്പിടിക്കുന്ന ഒരു സങ്കടം, അവർക്ക് ആ ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര വാല്യുബിൾ ആണെന്നുള്ളത് നമുക്കത് ഭയങ്കര നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് ഒരുപാട് പോസിറ്റീവ്നെസ് തരും. കാരണം നമ്മൾ ആ ഒരു
ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു പോസിറ്റീവ്നെസ് ഒരുപാട് നാൾ തന്നെ ഇപ്പോഴും പറയുമ്പോഴും എനിക്ക് ആ പോസിറ്റീവ്നെസ് ഉണ്ട്. കാരണം അവർ പറയുന്നല്ലോ, ചേട്ടാ എനിക്ക് നന്ദി പറയാൻ വേണ്ടി വിളിച്ചതല്ല, ചേട്ടനെ കാണാൻ വേണ്ടി വിളിച്ചതാണ്. കാരണം ഈ ഒരു മാറ്റത്തിന് കാരണം ചേട്ടനാണ് എന്ന് പറയുമ്പം അതൊരു വലിയ സന്തോഷം. കട മാറിപ്പോയല്ലോ, ചെറിയ കട വലിയ കട. അണ്ണന്റെ ഒരു വീഡിയോ വന്നതിന് ശേഷം കട മാറി, ജീവിതം ആകെ മാറിപ്പോയി. ഒരുപാട് നന്ദി എന്ന് പറയാൻ അങ്ങനെ ചെറുതായി പോകും. എന്താ പറയാ, പറയണം വാക്കില്ല, സ്നേഹം മാത്രം. പല കുടുംബങ്ങളും ഇപ്പോൾ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈവനിങ് ഒക്കെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാനായിട്ട് ഇപ്പോൾ കൂടുതൽ പേരും ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കഴിക്കാനായിട്ട് നമ്മൾ കൂടുതലും റെസ്റ്റോറൻറ്റും ഹോട്ടൽസും ഒക്കെ പ്രിഫർ ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണങ്ങൾ തന്നെയാണോ അവർക്ക് കിട്ടുന്നത്? എൻ്റെ പേഴ്സണലി ഒരു അഭിപ്രായത്തിൽ ഈ പറയുന്ന പലരും വീട്ടിലെ ഭക്ഷണവും നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടാണ്, പലരും സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം, പക്ഷേ പലരും കൂടുതൽ ഹോട്ടൽ ഫുഡ് എളുപ്പമാണ്, ഫാസ്റ്റ് ഫുഡ് എന്നാണല്ലോ അതിനെ പറയുന്നത്. കാരണം ചെന്നിരിക്കുമ്പോൾ തന്നെ ഫുഡ് കിട്ടുകയുള്ളൂ, അതിനാണ് ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പം ഒരേ സമയത്ത് നമ്മൾ കോയിന് രണ്ട് വശങ്ങളുണ്ടെന്ന് പറയുന്നില്ല, ഒരേ സമയത്ത് ഡേഞ്ചറുമാണ്. കാരണം ഒരുപാട് അഡൾട്രേഷൻസ് വരുന്നുണ്ട്, ഒരുപാട് മോശം എണ്ണയിൽ ഉപയോഗിക്കുന്ന ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോഴൊക്കെ നമുക്കിപ്പോൾ ഒരുപാട് അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, ഈ പ്രോസ്ട്രേറ്റ് ക്യാൻസേഴ്സ് പോലുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ കഴിവതും നമ്മളിപ്പോൾ നല്ല റെസ്റ്റോറൻറ്റ്സ് കണ്ടെത്തി പറയുന്നതിനോടൊപ്പം തന്നെ നമ്മളെപ്പോഴും കഴിവതും നല്ല സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ കഴിവതും വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ കഴിക്കുക. ഞാൻ കൂടുതലും റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നത് ഞാൻ പലപ്പോഴും ട്രാവൽ ചെയ്യുന്നതുകൊണ്ടും അല്ലെങ്കിൽ ഒഫീഷ്യലിയുള്ള ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെയാണ് കൂടുതലും കഴിക്കുന്നത്. ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ അമ്മയുണ്ടാക്കുന്ന ചോറും പിന്നെ മീൻകറിയും പുളിശ്ശേരിയും പയറുതോരനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പിന്നെ ഇങ്ങനെയുള്ള ഫുഡും ഇഷ്ടമാണ്. അപ്പം നമ്മൾ എല്ലാ റെസ്റ്റോറൻറ്റ്സും ഇല്ലെങ്കിലും കുറേ റെസ്റ്റോറൻറ്റ്സ് പോലും പ്രോഫിറ്റ് മോട്ടീവായിട്ട് മോശം എണ്ണ, ഇപ്പോൾ ഒരു 21 ദിവസമായിട്ട് എണ്ണ മാറ്റാത്ത റെസ്റ്റോറൻറ്റ്സ് വരെ ഉണ്ട്. ഞാൻ പോയി ചോദിച്ചപ്പോൾ എണ്ണയുടെ കളർ ഒരു വലിയ ടാർ കളറിലിരിക്കുന്നു. ഞാൻ ചോദിച്ചപ്പം 21 ദിവസത്തിലൊരിക്കലാണ് അവർ എണ്ണ മാറ്റുന്നതെന്ന് വരെ പറഞ്ഞത്. ഞാൻ റെസ്റ്റോറൻറ്റ് റിവ്യൂ ഞാൻ ഇട്ടിട്ടില്ല, നമ്മൾ നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ ഇടാറില്ല, നമ്മൾ ഒഴിവാക്കാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാറുമില്ല. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കിയാൽ നമ്മൾ ഒരു പരിധി വരെ നമുക്കായിരിക്കും ഏറ്റവും നല്ലത് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ചേട്ടൻ്റെ യൂട്യൂബ് ചാനലാണെങ്കിലും ഫേസ്ബുക്ക് ചാനൽ, ഇൻസ്റ്റയൊക്കെ തന്നെ അത്യാവശ്യം നല്ല റീച്ചാണ്. ശരിക്കും ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു റെമ്യൂണറേഷൻ ചേട്ടൻ എന്താ ചെയ്യുന്നത്? ആക്ച്വലി ഞാൻ ടിൽ ദിസ് മൊമെൻറ്റ് വരെ എനിക്ക് ഇതിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആ സമയം വരെ നമുക്ക് ഏരീസ് ഗ്രൂപ്പ് എന്ന കമ്പനിയിൽ ജോലിയുണ്ട്, നമ്മൾ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ട് ജോലി ചെയ്തത്. അപ്പോൾ ആ ഒരു ശമ്പളം ഉള്ളതുകൊണ്ട് നമ്മൾ ഈ റവന്യൂ മുഴുവൻ നമ്മൾ കുറേ നല്ല കാര്യം, അപ്പോൾ ഞാനുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്, ചാരിറ്റി ഉദാഹരണത്തിന് പറഞ്ഞാൽ കണക്റ്റിംഗ് ഹേർട്സ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്, കുറേ ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത് സമീപിക്കുന്നുണ്ട്. കാരണം മിക്കവാറും അവർ ഒരുപാട് പേഷ്യൻസിൻ്റെ കാര്യങ്ങളാണ് കൂടുതലും കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കുക. അപ്പം അതിനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ. പിന്നെ നമ്മൾ തമ്പാനൂരൊരു കിയോസ്ക് വെച്ചിട്ടുണ്ട്, പട്ടിണി കിടക്കുന്നവർക്ക് ഫുഡ്, ഒരു ദിവസം 100 പൊതിച്ചോറ് അതിൻ്റെ അത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റവന്യൂ, എൻ്റെ സോഷ്യൽ മീഡിയ റവന്യൂ ടിൽ മൊമെൻറ്റ് വരെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. അതാണ് നമുക്ക് കൂടുതൽ സന്തോഷം. ഒരു പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റുന്നത് ഒരു ജോലി ഉള്ളതുകൊണ്ടാണ്, അതിൽ നിന്ന് നല്ല ശമ്പളം ഉള്ളതുകൊണ്ടാണ്. അപ്പം ആ ഒരു ജോലി ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് അത് സന്തോഷപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം. ചേട്ടാ, ഒരുപാട് സോഷ്യൽ മീഡിയാസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ വ്ളോഗേഴ്സിനെ കൊണ്ട് കാല് തട്ടി നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എല്ലാവരും എന്താ പറയുക, ക്യാഷിന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും പോസിറ്റീവ് വീഡിയോ ആണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ തന്നെ കണ്ടിട്ടുള്ള പല വീഡിയോസിലും ഭയങ്കര നെഗറ്റീവായിട്ടും ഭയങ്കര വൾഗറായിട്ടും ഒക്കെ വീഡിയോസ് ഇടുന്നവരുണ്ട്. അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ക്യാഷാണ്, അല്ലെങ്കിൽ അത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചേട്ടൻ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? എനിക്ക് പൊതുവേ ഞാൻ എൻ്റെ ഒരു വീഡിയോ പോലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഇതുവരെ ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. പറയാത്ത വേറെ ഒന്നും കൊണ്ടല്ല, ഇഷ്ടപ്പെടുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. കാരണം ഞാൻ എൻ്റെ വീഡിയോയിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആളുടെ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോസ് മാത്രമേ ഞാൻ പറയുള്ളൂ. നിങ്ങളിത് ഷെയർ ചെയ്യണം, കാരണം കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനുള്ള ഒരു കാര്യത്തിന്. അല്ലെങ്കിൽ നമ്മൾ നല്ലതായിട്ട് ഫുഡ് മീൻസ് നല്ല രീതിയിൽ പൈസയൊന്നും മേടിക്കാതെ നമ്മുടെ തമ്പാനൂരൊക്കെ ഫുഡിൻ്റെ കിയോസ്ക് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഷെയർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അല്ലാതെ ഞാൻ പേഴ്സണലി ചെയ്യുന്ന കാരണം ഞാൻ ചെയ്യാത്തതിൻ്റെ റീസൺ ഒരാളുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്, അത് ഷെയർ ചെയ്യണോ, നമ്മളെ ഫോളോ ചെയ്യണോ, ലൈക്ക് ചെയ്യണോ എന്നുള്ളത്. എല്ലാത്തിലും ഉപരി ഇതിൽ നിന്ന് ഒരു പക്ഷേ നമ്മൾ കൂടുതൽ ആൾക്കാർ കാണുമ്പോൾ പൈസ കിട്ടുന്നുണ്ട്, കൂടുതൽ കൊളാബറേഷൻസ് വരുന്നുണ്ട്. ഒരു ദിവസം ഒരുപാട് കൊളാബറേഷൻ വരാറുണ്ട്. എനിക്ക് വരുന്ന എൻ്റെ കൂട്ടുകാരെ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊളാബറേഷൻസാണ് കോൾ വരുന്നത്. കാരണം കുറേ റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ കുറേ ബ്രാൻഡ്സ്
ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഷർട്ട് മുതൽ നമ്മൾ ഇന്ന സാധനം ഉപയോഗിക്കാമോ, സ്റ്റോറി ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് വരുന്ന മൊബൈൽ ഫോണിൻ്റെ കവർ ഉൾപ്പെടെ വരുന്ന കൂളിംഗ് ഗ്ലാസ്, ഷൂസ് ഉൾപ്പെടെ വരാറുണ്ട്. നമുക്ക് ഇതിൻ്റെ അത് രണ്ട് വശങ്ങളുണ്ട്, പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട്. അപ്പം നമ്മളിപ്പം എത്ര പൈസ തരാമെന്ന് പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റില്ലാത്ത, ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. കാരണം നമ്മളിപ്പം മോശമായ ഒരു കാര്യം അല്ലെങ്കിൽ അത് കാണിച്ചിട്ട് ഇപ്പം നമുക്കതിന് പൈസ തരാമെന്ന് പറയും, നമ്മളതിന് വീഡിയോ ചെയ്യാം, അങ്ങനെ കുറേ ഡൂസും ഡൂ നോട്ട്സും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എത്തിക്കലായിട്ട് നമ്മളിപ്പോൾ ആരും ഇപ്പോൾ പുതിയ എത്ര വ്ളോഗേഴ്സ് വരെ സന്തോഷം, ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങളുണ്ടാകും. നമ്മളിപ്പം ഇതുപോലുള്ള നല്ല ഫുഡ് സ്പോട്സ് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഇതുപോലുള്ള വ്ളോഗേഴ്സിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഡൂ നോട്ട്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഒരുപക്ഷെ നമ്മൾ ചെയ്തതിന് ശേഷം അവർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ തലയിലിരിക്കും. നമ്മൾ നല്ല ഫുഡാണെന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്ന ദിവസം നല്ല ഫുഡായിരിക്കും, നമ്മളിപ്പോൾ വേറൊരാൾ പോയി കഴിക്കുന്ന ദിവസം ചിലപ്പോൾ ആർക്ക് മോശം അനുഭവം ജെനുവിൻലി ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി പോലും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, വളരെ ശ്രദ്ധിച്ച് നമ്മൾ ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ജെനുവിൻ അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനൊക്കെ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. എല്ലാവരും, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെയൊക്കെ ആയാൽ വളരെ നമ്മുടെ സൊസൈറ്റിക്ക് വളരെ നല്ല കാര്യമായിരിക്കും. കാരണം ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് നമ്മളെ ആൾക്കാരെ സമീപിക്കും, അല്ലെങ്കിൽ നിങ്ങളെയും സമീപിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നോ പറയുക, നല്ല കാര്യങ്ങൾ യെസ് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പേരുടെ നല്ല മാറ്റത്തിനും അല്ലെങ്കിൽ ഒരുപാട് നല്ല ചേഞ്ചസിനും നമ്മൾ മുഖേന എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊരു ഭാഗമായാൽ അതൊരു വലിയ കാര്യമായിരിക്കും ആസ് എ പേഴ്സൺ നമ്മളെല്ലാവർക്കും. ട്രിവാൻഡ്രം സ്പീക്സിൻ്റെ ട്രിവാൻഡ്രം ഐക്കൺ എന്ന സെഗ്മെൻറ്റിൽ ഞങ്ങളോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചതിൽ ഒരുപാട് നന്ദി കേട്ടോ. താങ്ക് യു. ഈ ഒരു ഐക്കൺ എന്ന് പറഞ്ഞ ട്രിവാൻഡ്രം ഐക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷനിൽ വരാൻ പറ്റിയത് എനിക്കും ഭയങ്കര സന്തോഷം. കാരണം ട്രിവാൻഡ്രം എനിക്ക് അത്ര എന്താ പറയുക, ഉയർ എന്ന് പറയുന്നത് അതിൽ ഒറ്റ വാക്കി പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാക്കാൻ പറ്റിയത് നിങ്ങളുടെ ട്രിവാൻഡ്രം സ്പീക്സിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ട്രിവാൻഡ്രത്തെക്കുറിച്ച് ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിലും എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു. ചേട്ടിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രേക്ഷകരൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു 5 ഡയലോഗ് കൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. സ്വർഗം മാമ സ്വർഗം, പ്രത്യേകിച്ച് നമ്മുടെ ട്രിവാൻഡ്രം സ്വർഗം അല്ലേ മാമ സ്വർഗം. ചന്ദ്രനിലാവല്ലേ ഞാനും കണ്ടു കൊതിച്ചില്ലേ ആരും